എവിടെയോ താൻ എന്ത് കോപ്പെങ്കിലും ചെയ്യും. ക്ഷമിക്കുന്നതിലൊരു പരിധി ഉണ്ട്. തന്നെ ടെർമിനേറ്റ് ചെയ്തോ കേട്ടാ. നീ ആരോടെ സംസാരിക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ടോ? തനിക്ക് ഇനി കോമ്പൻസേഷൻ വേണല്ലേ? മയിര് തരും ഞാൻ. ഒരു കാര്യം ചെയ്യും, നമുക്ക് ലേബർ കോർട്ടിൽ പോവാം. ബാക്കി ഞാൻ നോക്കിക്കോളാം കേട്ടാ. നന്ദി വേണം നന്ദി. ആ താൻ പോടോ. എടോ, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു ഇച്ചിരി സൗണ്ട് കുറച്ച് സംസാരിച്ചൂടെ? പരിസരബോധം എന്ന് പറയും. സോറി, ഞാൻ ആകെ കയ്യിൽ നിന്ന് പോയി നിൽക്കായിരുന്നു. പിന്നെ എവിടെ തനിക്ക് മാത്രമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ? ബാക്കിയുള്ളവർ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഐ എം സോറി. എനിക്ക് മനസ്സിലാവും. പിന്നെ ദുബായിലുള്ള ഓൾമോസ്റ്റ് എല്ലാ മലയാളി കമ്പനീസിലും തന്നെ അവസ്ഥ. പിന്നെ ഞാൻ തന്നെ സെയിൽസ് ഡിവിഷൻ ബാങ്കിങ് ഫേം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നു. ക്രെഡിറ്റ് കാർഡ് കണ്ടോ? ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അതാ ഞെട്ടിയില്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് സാലറി ഒന്നും പ്രോപ്പർ ആയിട്ട് വരാറില്ല. അതന്നെ, ആ ടെൻഷനൊന്നുമില്ല. ഹലോ, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. നീ ഇതെപ്പോഴും പറയുന്ന എനിക്ക് പൈസ തരാൻ പറ്റില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല. നീ വന്നൂടായി തരാൻ പറ്റൂല. നീ വെച്ചിട്ട് പോയേ, തരാൻ പറ്റില്ല. വെച്ചിട്ട് പോടാ, തരാൻ പറ്റില്ല. തരാൻ പറ്റില്ല, അത്ര തന്നെ. പരിസരബോധം ടാലി ആയില്ലോ അല്ലേ? പൊതുവെ ഈ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര റിച്ച് ആണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നൊക്കെ. പക്ഷെ നമ്മളെ അവസ്ഥ നമുക്കെല്ലാം അറിയാം. ശരിയാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, തന്നെ പോലെ തന്നെ എനിക്കും ഇടയ്ക്ക് എന്റെ ബോസിനെ തെറി വിളിച്ചിട്ട് ഇറങ്ങി പോകാനൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഈ ജോലി ഇട്ടാൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. സോ റിയാലിറ്റി ഈസ് ഡിഫറെന്റ്. എനിക്ക് നേടാൻ താല്പര്യം. ഒന്നാലോചിക്കുമ്പോ ഏറ്റവും ലക്ഷറിയസ് ആയിട്ട് തോന്നുന്നത് എന്താണെന്നറിയോ? നമ്മള് ജോലിയൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടില് സ്വന്തം റൂമിൽ വന്ന് കിടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ, അതാ. പിന്നെന്താ ഇങ്ങോട്ട് പോകുന്നു? എന്റെ ആഗ്രഹങ്ങളും റിക്വയർമെന്റ്സ് ഒക്കെ ഇത്തിരി കൂടുതലാ. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരേണ്ടി വന്നു. ഓ, സംസ്ഥാന സ്നേഹി. നന്നായി. പക്ഷെ ദുബായ് കൊള്ളാം. അതാണ്, ഇപ്പൊ കുറച്ച് സ്ട്രഗിൾ ചെയ്താലും ഇവിടെ നിൽക്കുമ്പം രക്ഷപ്പെടുന്നൊരു ഹോപ്പുണ്ട്. രക്ഷപ്പെടുമായിരിക്കും. അതെ, രക്ഷപ്പെടായിരിക്കും. ചായ കൊള്ളാം അല്ലേ? കൊള്ളാം. ആകെ ഇപ്പോഴുള്ള ഡെയിലി റുട്ടീനില് ഒരു സമാധാനം ഇവിടെ വന്ന് ചായ കുടിക്കുന്നു. ഹലോ, യെസ്, എത്ര മണിയാകുമ്പോഴത്തേക്ക് എത്തണ്ടേ? ഹാഫ് ആൻ അവർ. ഓക്കെ സാർ. ബിസിനസ് ബേ അല്ലേ ഓഫീസ്? ഓക്കെ, ഞാൻ എത്താം സാർ. ശരി. ശരി കേട്ടോ, കാണാം.